ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീവത്സം എജുഹാബ്. സോ നമ്മളിന്ന് ജിയോഗ്രഫിയിലെ ത്രൂ ദ സാൻഡി എക്സ്പാൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരും പേജ് നമ്പർ 150 വരിക. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. താർ ഡെസേർട്ടിനെ പറ്റി പഠിച്ചു, അതിൻ്റെ ബൗണ്ടറീസിനെ പറ്റി പഠിച്ചു, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഡെസേർട്ടാണുള്ളതെന്ന് പഠിച്ചു. സോ നമുക്കിന്ന് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് 150 പേജ് നമ്പറിലെ ഒരു പല ടൈപ്പ് ഓഫ് ഇറോഷൻസ്. നമുക്കറിയാം ഇറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ ഒക്കെ മണ്ണിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ഇറോഷൻ എന്നൊക്കെ നമ്മൾ കുഞ്ഞിലോട്ടേ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലുക്ക് അറ്റ് ദ പിക്ചർ 7.8. അപ്പോൾ 7.8 തന്നെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, 4 കാര്യങ്ങളാണുള്ളത്. ഡീഫ്ലേഷൻ ഹോളോസ്, കേവ്സ്, മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്. സോ ദേ ഡെപ്പിക്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഫൗണ്ട് ഇൻ താർ ഡെസേർട്ട്. അപ്പോൾ നമ്മൾ ഈ ഡെസേർട്ടിലുള്ള പലതരം ലാൻഡ് ഫോമുകളെയാണ് നമ്മൾ ഈ പിക്ചറിൽ കാണാൻ കഴിയുന്നത്. ദീസ് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസ് ആർ കോമൺ ഇൻ ഹോട്ട് ഡെസേർട്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ ലാൻഡ് ഫോമുകളൊക്കെ ഉണ്ടാകുന്നത് ഹോട്ട് ഡെസേർട്ടുകളിൽ കോമൺ ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. സോ ആസ് ഡെപ്പിക്റ്റഡ് ഇൻ ദ പിക്ചർ 7.9, ഇറ്റ് ഈസ് കോമൺ ഇൻ എ ഹോട്ട് ഡെസേർട്ട് ദറ്റ് സ്ട്രോങ് വിൻഡ് ബ്ലോസ് ഓഫ് സാൻഡ് ഗ്രെയിൻസ്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 7.9 എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ഈ ഹോട്ട് ഡെസേർട്ടുകളിലൊക്കെ എന്താണ്, നല്ല ശക്തമായ വിൻഡ് എന്തിനെ എടുത്തുകൊണ്ട് പോവും? ഈ സാൻഡ് ഗ്രെയിനുകളെ എടുത്തുകൊണ്ട് പോവും, മണൽത്തരികളെ. കണ്ടില്ലേ പിക്ചറിൽ? മണൽത്തരികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യാണ്, കൊണ്ടിടുന്ന ആ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. സ്ട്രോങ് വേൾ വിൻഡ് ലിഫ്റ്റ്സ് അപ്പ് ആൻഡ് മൂവ്സ് ഡ്രൈ സാൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശക്തമായ വേൾ വിൻഡ്. വേൾ വിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വേൾപൂൾ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, വാഷിംഗ് മെഷീൻ. വേൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചുഴി പോലെ, അല്ലെങ്കിൽ മറ്റേ ചുഴിക്കാറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതായത് ശക്തമായ ഒരു കാറ്റ്. ഈ ഒരു ശക്തമായ ഒരു കാറ്റ് എന്ത് ചെയ്യും? ഈ മണൽത്തരികളെ എടുത്ത് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകും. This type of erosional process through which the sand is blown away by wind is called deflation. അപ്പോൾ നമുക്കറിയാം ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരിടത്ത് കിടക്കുന്നതിനെ മറ്റൊരിടത്തേക്ക് കാറ്റിൻ്റെയോ വെള്ളത്തിൻ്റെയോ ഒക്കെ ശക്തി കൊണ്ട് കൊണ്ടുപോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇറോഷൻ എന്ന് പറയുന്നത്. ഇവിടെ മരുഭൂമി ആയതുകൊണ്ട് വെള്ളമില്ല. അപ്പോൾ ഇവിടെ ഇറോഷൻ ചെയ്യുന്നത് ആരാണ്? വിൻഡാണ്. വിൻഡ് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഈ ഒരു സാൻഡിനെ ഈസ് ബ്ലോൺ അവേ ബൈ വിൻഡ്, അല്ലെ? ഈ ഒരു സാൻഡിനെ മറ്റൊരിടത്തേക്ക് കൊണ്ടിടുകയാണ്. അത് ആരുടെ സഹായത്തോടെ? വിൻഡിൻ്റെ സഹായത്തോടെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ വെൻ winds blow strongly and persistently in one direction, shallow depressions are formed through deflations. These shallow depressions are called deflation flows. വേറെ ഒന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. വിൻഡ് ഒരു സ്ഥലത്തു നിന്നാണല്ലോ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നുള്ള സാൻഡിനെ എടുത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടിടുന്ന സമയത്ത് എന്ത് പറ്റും? ആദ്യം സാൻഡ് കിടന്ന ആ ഒരു സ്ഥലം എന്തായി മാറും? ഒരു ഹോളോ പോലെ ആയി മാറും. ഹോളോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹോള് പോലെ, കുഞ്ഞ് ഹോള് പോലെ. കാര്യം അവിടുത്തെ മണൽത്തരികളെയാണ് എടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? കൊണ്ട് അപ്പുറത്തിട്ടിരിക്കുന്നത്. സോ അപ്പുറം എന്താവും? ഒരു സാൻഡ് ഡ്യൂണ് പോലെയാവും. ഈ മണലെടുത്ത സ്ഥലം മുഴുവൻ ഹോളോ പോലെയാവും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡീഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്. സോ ഇതേ ഡീഫ്ലേഷൻ. ഇപ്പോൾ ഡീഫ്ലേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് ഇറോഷണൽ പ്രോസസ്സാണ്. വിൻഡിൻ്റെ സഹായത്തിൽ മണൽത്തരികളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് കൊണ്ടിടുന്നതിനെയാണ് ഡീഫ്ലേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. സോ ഈ ഡീഫ്ലേഷൻ്റെ കാരണത്താൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡീഫ്ലേഷൻ ഹോളോസ്, അല്ലെങ്കിൽ ആ ഒരു ഹോള് പോലത്തെ ഒരു കാര്യം ഉണ്ടാവുന്നത്. സോ ഞാൻ പിക്ചറിൽ കൂടെ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. സോ കേവ്സ് ആർ ഓൾസോ ഫോംഡ് ഇൻ റോക്സ് ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ഡീഫ്ലേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇതേ കാരണത്താൽ തന്നെ കേവുകളുണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നല്ല ശക്തമായ ഒരു വിൻഡ് ഒരു പാറയിൽ വന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വിൻഡിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്? സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെ? മണൽത്തരികൾ. ഈ മണൽത്തരികൾ നേരെ വന്ന് പാറയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറ എന്ത് ചെയ്യും? കുറച്ചായിട്ട് ഇളവാൻ തുടങ്ങും. അങ്ങനെ അത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ച് എന്ത് സംഭവിക്കും? അവിടെ ഒരു വലിയൊരു ഹോള് പാറയിലുണ്ടാവും. അതിനെയല്ലേ ഗുഹ എന്ന് പറയുന്നത്. പാറയുടെ ഇടയിൽ എന്താണ്? ഒരു തുരങ്കം പോലെ ഉണ്ടാകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കേവുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കേവ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താ? ഇങ്ങനെ മണൽത്തരികൾ ശക്തമായി വന്ന ആ പാറയുടെ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ വന്നിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? കേവുകൾ ഉണ്ടാവുന്നത്.
സോ അതാണ് കേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീഫ്ലേഷൻ കാരണമാണ് എന്തൊക്കെ ഉണ്ടാവുന്നത്? ഡീഫ്ലേഷൻ ഹോളോസും ഉണ്ടാവുന്നത്, കേവുകളും ഉണ്ടാവുന്നത്. സോ ഇനി അടുത്ത് പഠിക്കുന്നത് എന്താണ്? അബ്രാഷനാണ്. നോക്കിക്കോണേ. സ്ട്രോങ് ഡെസേർട്ട് വിൻഡ്സ് ക്യാരി സാൻഡ് ഗ്രെയിൻസ് ആൻഡ് അതർ റോക്ക് പാർട്ടിക്കിൾസ്. ദീസ് റബ് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ദ ന്യൂമറസ് റോക്ക് ഔട്ട്ക്രോപ്സ് ആൻഡ് വിയർ ദം ഡൗൺ. ദിസ് ഇറോഷണൽ പ്രോസസ് ഈസ് കോൾഡ് അബ്രാഷൻ. അപ്പോൾ അബ്രാഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നല്ല ശക്തമായ വിൻഡ്. ഈ വിൻഡിൻ്റെ കൂടെ തന്നെ സാൻഡ് ഗ്രെയിനുകളും എടുത്തുകൊണ്ട് പോവും, അതുപോലെ കുഞ്ഞു കുഞ്ഞു റോക്ക് പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോവും. അപ്പോൾ ഈ ഒരു വിൻഡ് ഇത്രയും സാധനങ്ങളെ ക്യാരി ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ക്യാരി ചെയ്ത് പോകുന്ന ഈ ഒരു വിൻഡ് എവിടെ ചെന്ന് റബ്ബ് ചെയ്യുക എന്ന് വെച്ചാൽ ഉരയ്ക്കുക. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എല്ലാം, ഈ മണൽത്തരികളെല്ലാം കൂടെ മരുഭൂമിയിലുള്ള റോക്ക് ഔട്ട് ക്രോപ്സ്, അതായത് മരുഭൂമിയിൽ തന്നെ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു പാറകളിൽ ഈ വിൻഡ് എന്ന് പറയുന്നത് വിൻഡിൻ്റെ കൂടെ മണൽത്തരികളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ മണൽത്തരികളെല്ലാം കൂടെ വന്ന് ഈ കുഞ്ഞു കുഞ്ഞു പാറകളിൽ എന്ത് ചെയ്യും? ഒരച്ചൊരച്ച് എന്ത് ചെയ്യും? ഈ കുഞ്ഞു കുഞ്ഞു പാറകൾ എന്ത് ചെയ്യും? വിയർ ദം ഡൗൺ എന്ന് വെച്ചാൽ എന്താ? അതിനെ ഇങ്ങനെ പൊടിച്ച് എന്താണ്, കുറേ നാൾ കഴിയുമ്പോഴേക്കും ആ ഒരു വലിയ പാറ ഇല്ലാണ്ടാവും. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? അബ്രാഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ദ വിൻഡ് ക്യാൻ ലിഫ്റ്റ് റോക്ക് പാർട്ടിക്കിൾസ് ഓൺലി അപ് ടു എ സർട്ടൻ ഹൈറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ സൈസ്. ദെയർഫോർ ദ റേറ്റ് ഓഫ് അബ്രാഷൻ ഓൺ റോക്സ് ഇൻ ദ ഡെസേർട്ട് ഈസ് ഹൈ അപ് ടു എ സർട്ടൻ ഹൈറ്റ്. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കുറേ റോക്ക് പാർട്ടിക്കിൾസിനെയും മണൽത്തരികളെയൊക്കെ എന്ത് ചെയ്യും? വിൻഡ് കാറ്റെടുത്തുകൊണ്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റോക്ക് പാർട്ടിക്കിൾസിന് വെയിറ്റ് ഉണ്ട് അല്ലേ? അപ്പം കുറച്ച് വെയിറ്റ് കൂടിയ പാർട്ടിക്കിളാകുമ്പോൾ വിൻഡിന് അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല? ഉയരത്തിൽ ഇതിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു പരിധി വരെ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ? ഈ പാർട്ടിക്കിൾസ് പൊങ്ങി പോകത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത് റോക്ക് പാർട്ടിക്കിൾസ് ഓൺലി അപ് ടു എ സർട്ടൻ ഹൈറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ സൈസ്. അതിൻ്റെ സൈസ് അനുസരിച്ച്. ഇപ്പോൾ വെയിറ്റ് കൂടിയ പാർട്ടിക്കിൾ അത്രത്തോളം പൊങ്ങൂല, വെയിറ്റ് കുറഞ്ഞത് കുറച്ചുകൂടെ ഉയരത്തിൽ പൊങ്ങും. അപ്പോൾ അതുകൊണ്ട് ദെയർഫോർ ദ റേറ്റ് ഓഫ് അബ്രാഷൻ ഓൺ റോക്സ് ഇൻ ദ ഡെസേർട്ട് ഈസ് ഹൈ അപ് ടു എ സർട്ടൻ ഹൈറ്റ്. അതായത് ഈ റോക്സിൽ വന്ന് മണൽത്തരികൾ ഇടിച്ച് അവിടെ ഒരു അബ്രാഷൻ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ റോക്കിൻ്റെ ഒരു പരിധി ഹൈറ്റ് വരെ എന്ത് ചെയ്യത്തുള്ളൂ? അബ്രാഷൻ സംഭവിക്കും. ഒരു വലിയ റോക്കിൻ്റെ ഏറ്റവും മുകളിൽ വരെ എന്ത് ചെയ്യത്തില്ല? ഈ മണൽത്തരികളും അതുപോലെ റോക്ക് പാർട്ടിക്കിൾസ് ഒന്നും പൊങ്ങി അത്രത്തോളം പോകത്തില്ല. അപ്പോൾ ഏറ്റവും താഴത്തെ റോക്കിൻ്റെ താഴത്തെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ അബ്രാഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാറയുടെ മുകൾ ഭാഗത്ത് മണൽത്തരികൾ എത്തുന്നില്ല, അവിടെ അബ്രാഷൻ സംഭവിക്കുന്നില്ല. താഴെ മാത്രം ഇങ്ങനെ മണൽത്തരികൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിച്ച് എന്തുണ്ടാവും? മഷ്റൂം റോക്സ് ഉണ്ടാവും. ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് എന്ത് സംഭവിക്കുന്നില്ല? അബ്രാഷൻ സംഭവിക്കുന്നില്ല. താഴെയാണ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു അബ്രാഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കുന്നത്. ഇതിൻ്റെ കാരണത്താലാണ് എന്തുണ്ടാകുന്നത്? മഷ്റൂം റോക്സ് ഉണ്ടാകുന്നത്. അതിനെയാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. ദ പോർഷൻസ് ഓഫ് ദ റോക്ക് സബ്ജക്റ്റഡ് ടു ഹൈ റേറ്റ്സ് ഓഫ് അബ്രാഷൻ വിയർ ഔട്ട് കൺസിഡറബിളി മോർ. അല്ലേ? അപ്പം റോക്കിൻ്റെ ഏതൊരു ഭാഗത്താണോ അബ്രാഷൻ കൂടുതൽ സംഭവിക്കുന്നത് ആ ഒരു സ്ഥലം കൂടുതൽ പൊടിഞ്ഞു പോകാറുണ്ട്. സോ ആസ് ദ റോക്സ് വിയർ ഔട്ട് ഇൻ ദിസ് മാനർ മഷ്റൂം ലൈക്ക് ലാൻഡ് ഫോംസ് ആർ ഫോംഡ്. അപ്പോൾ ഇങ്ങനെ പാറകളിൽ എന്താണ് അബ്രാഷൻ സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മഷ്റൂം റോക്സുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മഷ്റൂം ലൈക്ക് എന്താണ് ലാൻഡ് ഫോം അവിടെ ഉണ്ടാവുകയാണ്. കാര്യം അതിൻ്റെ മണൽത്തരികളുടെ വെയിറ്റ് കാരണം കാറ്റിന് അതിൻ്റെ ഉയരത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അബ്രാഷൻ ചെയ്യാൻ സംഭവിക്കത്തില്ല. അതിൻ്റെ താഴെ പാറയുടെ താഴെ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? അബ്രാഷൻ സംഭവിക്കൂ. അതിൻ്റെ കാരണത്താൽ തന്നെ ഒരു കുമിള് പോലെയുള്ള ഒരു ഷേപ്പിൽ എന്തുണ്ടാവും? ഈ റോക്കുകൾ ഫോം ചെയ്യും. സോ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ ഉണ്ട്. സോ ദീസ് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസ് ആർ ഫോംഡ് ത്രൂ ഇറോഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ആസ് ടൈം പാസസ് മഷ്റൂം റോക്സ് അണ്ടർഗോ ഫർദർ അബ്രാഷൻ ആൻഡ് കോൺസിക്വൻ്റ്ലി അക്യൂർ ഡിഫറെൻറ്റ് ഷേപ്സ്. അപ്പോൾ ഈ ഒരു മഷ്റൂം റോക്ക് ഉണ്ടാകുന്നത് പെട്ടെന്നൊന്നുമല്ല, കുറേ നാളെടുത്തുണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ സമയം കൂടുന്തോറും മഷ്റൂം റോക്കുകളിൽ കൂടുതൽ എന്ത് സംഭവിക്കും? അബ്രാഷൻ സംഭവിച്ച് ഓരോ മഷ്റൂം റോക്കുകൾക്കും ഓരോ ഷേപ്പുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. താഴെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ഫോംഡ് ത്രൂ അബ്രാഷൻ ഇൻ ഡെസേർട്ട്. അതായത് ഇതുപോലെ ഡെസേർട്ടിൽ അബ്രാഷൻ സംഭവിച്ച് പല ലാൻഡ് ഫോമുകളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മളിവിടെ കണ്ട ഡീഫ്ലേഷൻ ഹോളോസും മഷ്റൂം റോക്സും കേവ്സും തുടങ്ങിയ പല ടൈപ്പ് ഓഫ് ലാൻഡ് ഫോമുകൾ ഉണ്ടായി. സോ അതിൻ്റെയൊക്കെ പിക്ചേഴ്സൊക്കെ മുഴുവനായിട്ട് കളക്ട് ചെയ്ത് ഒരു ഡിജിറ്റൽ ആൽബം ഉണ്ടാക്കാനാണ് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗൂഗിളിൽ ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ
പറഞ്ഞാൽ മതി, സാർ പറഞ്ഞു തരാം കമൻറ്റ് സെക്ഷനിൽ കേട്ടോ. സോ ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് എക്സാമിൻ ദ ലാൻഡ് ഫോംസ് വിച്ച് ആർ ഫോംഡ് ത്രൂ പ്രോസസ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് വിൻഡ്. അപ്പോൾ നമ്മളിപ്പം കണ്ടതെല്ലാം മണൽത്തരികൾ ഒരിടത്തുനിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമാണ് കണ്ടത്. ഇതിനെ കൊണ്ട് എവിടെ ഇടും? മറ്റൊരു മണൽത്തരി പൊങ്ങിക്കഴിഞ്ഞിട്ട് അത് ഒരിടത്ത് പോയി വീഴണമല്ലോ, ഡെപ്പോസിറ്റ് ആവണമല്ലോ. അപ്പോൾ ഈ ഡെപ്പോസിഷൻ വഴി ഉണ്ടാകുന്ന ലാൻഡ് ഫോമുകളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ 7.9 പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് വെലോസിറ്റി വിൻഡ് സോർട്ട്സ് ഔട്ട് സാൻഡ് ഗ്രെയിൻസ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആൻഡ് ക്യാരീസ് ദം അവേ. അപ്പം നിങ്ങൾ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ പാർട്ടിക്കിളും ഉണ്ട്, കുഞ്ഞു പാർട്ടിക്കിളും ഉണ്ട്. വലിയ റോക്ക് പാർട്ടിക്കിൾ എന്താണ്, അത്രത്തോളം ഉയരത്തിലോട്ടൊന്നും എന്ത് ചെയ്യത്തില്ല, പോകുന്നില്ല. പക്ഷേ കുഞ്ഞു പാർട്ടിക്കിളിനെ എന്താണ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മണൽ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് എത്താനായിട്ട് വിൻഡിൻ്റെ സഹായത്തോടെയാണ് എത്തുന്നത്. അപ്പോൾ ഈ വെൻ ദ വെലോസിറ്റി ഓഫ് ദ വിൻഡ് ഡിക്രീസസ് ഓർ ദ മൂവ്മെൻറ്റ് ഓഫ് ദ വിൻഡ് ഈസ് ചെക്ക്ഡ് ദ സാൻഡ് ഗ്രെയിൻസ് ക്യാരിഡ് അവേ ബൈ ദ വിൻഡ് ആർ ഡെപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഒരു കാറ്റിൽ ഈ മണൽത്തരികളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ കാറ്റിൻ്റെ വേഗത കുറയുന്ന സമയത്ത് ഈ മണൽത്തരികൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോ ദീസ് ഡെപ്പോസിറ്റഡ് സാൻഡ് ഗ്രെയിൻസ് ഗ്രാജുവലി പൈൽ അപ്പ് ആൻഡ് ഫോം വേരിയസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ഷേപ്സ്. ദീസ് ലാൻഡ് ഫോംസ് ആർ സാൻഡ് ഡ്യൂൺസ്. അപ്പോൾ ഈ മണൽത്തരികൾ മറ്റൊരു സ്ഥലത്ത് വന്ന് വീണല്ലോ, അവിടെ ഇത് എന്ത് ചെയ്യും, പൈലപ്പ് എന്ന് വെച്ചാൽ അടുക്കി കൂട്ടുക എന്ന് പറയത്തില്ലേ. അപ്പോൾ ഈ മണൽത്തരികൾ അവിടെ കിടന്ന് വലുതായി എന്താവും, കുഞ്ഞു ഡ്യൂണുകൾ പോലെയാവും, അല്ലെങ്കിൽ കുഞ്ഞു ഹില്ല് പോലെ ആയി മാറും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ തൊട്ട് താഴത്തെ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, അവിടെ ബർച്ചാൻസ് ഉണ്ട്, പാരബോളിക് സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, സീഫ് ഡ്യൂൺസ് ഉണ്ട്, ലോങ്ങിറ്റ്യൂഡനൽ ഡ്യൂൺസ് ഉണ്ട്, ലീനിയർ സാൻഡ് ഡ്യൂൺസ്, ട്രാൻസ്വേഴ്സ് സാൻഡ് ഡ്യൂൺസ്. ഇത്രയും സാൻഡ് ഡ്യൂണുകളെല്ലാം ഉണ്ടായത് എങ്ങനെയാണ്, ഡെപ്പോസിഷൻ ഓഫ് സാൻഡ് വഴിയാണ് എന്ത് ചെയ്തത്, ഇത് ഉണ്ടായത്. സോ ഇൻ ഡെസേർട്ട് സാൻഡ് ഡ്യൂൺസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ഷേപ്സസ് ആർ ഫോംഡ്. അപ്പോൾ അതിൻ്റെ കാരണത്തിലാണ് ഇത്രയും ഷേപ്പിലുള്ളത് ഉണ്ടായത്. സാൻഡ് ഡ്യൂൺസ് ആർ ലൂസ് മൗണ്ട് ഓഫ് സാൻഡ് ഫോം ഡ്യൂ ടു ഡെപ്പോസിഷണൽ പ്രോസസ് ഓഫ് വിൻഡ്. അപ്പം ലൂസ് മൗണ്ടൻ എന്ന് വെച്ചാൽ ചെറിയ ഹില്ല് അല്ലെങ്കിൽ ചെറിയൊരു മൗണ്ടൻ പോലെ. അപ്പോൾ ഈ സാൻഡ് ഡ്യൂൺസ് ഉണ്ടായത് എങ്ങനെയാണ്, ഈ വിൻഡ് കാരണം സാൻഡ് എന്താവുകയാണ്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഡെപ്പോസിറ്റ് ആവുകയാണ്. സോ അതിൻ്റെ പല ടൈപ്പ് ഓഫ് സാൻഡ് ഡ്യൂണുകളുടെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതെങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതിലേതെങ്കിലും സാൻഡ് ഡ്യൂണുകൾ ഉണ്ടായ രീതി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് മെസ്സേജ് അയച്ചു തരാം. ഓക്കെ, സോ അടുത്ത് നോക്കിക്കോ, ദ ലൊക്കേഷൻ ഓഫ് സാൻഡ് ഡ്യൂൺസ് ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ദ വിൻഡ് അല്ലേ. അപ്പോൾ ഒരു സാൻഡ് ഡ്യൂണിൻ്റെ ഉണ്ടാവണമെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏത് ഡയറക്ഷനിലൂടെയാണ് വിൻഡ് അടിക്കുന്നത്, ഏത് സ്പീഡിലാണ് വിൻഡ് അടിക്കുന്നത് തുടങ്ങിയതൊക്കെ പോലെ ഇരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഡ്യൂണുകളും ഉണ്ടാവാനായിട്ട്. So the moment we hear the word desert, the picture that comes to our mind is often an arid sandy expanse അല്ലേ. അപ്പോൾ ഡെസേർട്ട് എന്ന് പറയുന്ന വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എങ്ങനെയാണ്, അറിഡായിട്ടുള്ള ഒരു ഹോട്ടായിട്ടുള്ള സാൻഡി മണൽത്തരികളെല്ലാം കിടക്കുന്ന ഒരു സ്ഥലമാണ്. Isn't it? അല്ലേ. ബട്ട് ഫെർട്ടൈൽ പാച്ചസ് ഓഫ് ഫാം ലാൻഡ് ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഇൻ സർട്ടൻ പ്ലേസസ് ഇൻ ഡെസേർട്ട്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഡെസേർട്ടിനകത്ത് നല്ല ബലഭൂഷ്ടിയുള്ള സ്ഥലങ്ങളുണ്ട്, ഫെർട്ടൈലായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റുമോ. അതാണ് ഈ ഓയാസിസ് എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഈ ഓയാസിസ് എന്ന് വെച്ചാൽ എന്താണ്, ആർ ദ ഫെർട്ടൈൽ പാച്ചസ് ഇൻ ദ ഡെസേർട്ട്സ് ഫോംഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സ്. അതായത് മരുഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ എന്ത് കിട്ടും, നല്ല ഫ്രഷ് വാട്ടർ കിട്ടും. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ, അതായത് നമ്മൾ ഉറവകളെന്നൊക്കെ പറയുമല്ലോ, സ്പ്രിങ്ങുകളെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നിയിൽ അതെന്തായിരിക്കാം, സ്പ്രിങ്ങുകളാൽ എന്തായിരിക്കാം, ഉണ്ടാക്കപ്പെട്ടതായിരിക്കാം. അതായത് നമ്മളെ വെള്ളം, മണ്ണിനടിയിൽ ഉള്ള വെള്ളം അതെന്ത് ചെയ്യും, പുറത്തേക്ക് വന്ന് അവിടെ ഒരു ഒരു തടം പോലെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നതിനാണ് ഈ ഓയാസിസ് എന്ന് പറയുന്നത്. ദേ ഒറിജിനേറ്റഡ് ഐദർ അറ്റ് നാച്ചുറൽ സ്പ്രിങ്സ് ഓർ അറ്റ് അതർ ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. അപ്പോൾ മണ്ണിലെ വെള്ളം ഭൂമിയിലേക്ക് മേളിലെത്തുന്ന സമയത്താണ് ഈ ഓയാസിസ് എന്ത് ചെയ്യുന്നത്, ഡെസേർട്ടിലുണ്ടാകുന്നത്. സോ ഈ ഓയാസിസ് വേരി ഇൻ സൈസ്, പല സൈസുകളിൽ ഓയാസിസ് ഉണ്ട്. സോ ഇവിടെ കൂടുതലും
കൾട്ടിവേഷൻ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കൾട്ടിവേഷൻ ചെയ്യുന്നത് കോട്ടൺ, സിട്രസ് പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സ്, വീറ്റ്, കോണ് തുടങ്ങിയതൊക്കെയാണ് ഈ മരുഭൂമിയിൽ നമ്മൾ കൂടുതലും കൾട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ ക്രോപ്സുകളെന്ന് പറയാം. ഇനി ക്ലൈമറ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ന്യൂസ് ഹെഡ്ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂസ് ഹെഡ്ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 4 നോക്കുമ്പോൾ വന്ന വാർത്ത എങ്ങനെയാണ്? സമ്മർ ഭയങ്കര ചൂടാണ്, വളരെയധികം ഹോട്ട് വിൻഡ് രാജസ്ഥാൻ ഡെസേർട്ടിലുണ്ട്, വെള്ളമൊന്നും ഒട്ടും കിട്ടുന്നില്ല. അതൊരു രാജസ്ഥാനിലെ മെയ് 28 എത്തുമ്പോൾ ഭയങ്കര ഡസ്റ്റ് വിൻഡുകൾ ഇങ്ങനെ താർ ഡെസേർട്ടിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് വണ്ടി പോലും ഓട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തുകയാണ്. പിന്നെ ജാനുവരി 10 ആകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? നേരെ ഓപ്പോസിറ്റാണ്. കാര്യം ജാനുവരി എന്ന് പറയുമ്പോൾ വിൻ്റർ കാലഘട്ടമാണ്. അവിടുത്തെ രാജസ്ഥാനിലെ മരുഭൂമിയിലെ ക്ലൈമറ്റ് 5.6 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞു. അപ്പോൾ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം വ്യത്യാസങ്ങളും പല ചേഞ്ചസുകളും നടക്കുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്ലൈമറ്റ് ഓഫ് രാജസ്ഥാൻ ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ഫ്രം ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ഭയങ്കര ഡ്രോട്ട് ഉണ്ട്, വാട്ടർ സ്കാർസിറ്റി ഉണ്ട്, പിന്നെ ഒരുപാട് ഡസ്റ്റ് വിൻഡുകൾ അടിക്കുന്നെന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് ഡ്രോപ്സ് ടു 5.6 ഡിഗ്രി സെൽഷ്യസ്, വളരെ ലോ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും നമുക്ക് കാണാൻ കഴിയാമെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ 7.12 അടുത്ത നെക്സ്റ്റ് പേജിലെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ സമ്മർ സീസണിലെ താർ ഡെസേർട്ടിലെ ഒരു ഇമേജാണ്. സോ സമ്മർ സീസൺ വിച്ച് ഈസ് വെരി ഹോട്ട് ആൻഡ് ഡ്രൈ ബിഗിൻസ് ഇൻ മാർച്ച്. അപ്പോൾ മാർച്ചിലാണ് ഇത് സമ്മർ സീസൺ തുടങ്ങുന്നത്. അപ്പോൾ ഈ ടൈമിൽ രാവിലത്തേക്ക് ടെമ്പറേച്ചർ ഇവിടെ ബിക്കാനർ, ജയ്സൽമാർ തുടങ്ങിയ വെസ്റ്റേൺ രാജസ്ഥാനിലെ ഏരിയകളിലേക്ക് ക്ലൈമറ്റ് 40 ഡിഗ്രി തൊട്ട് 45 ഡിഗ്രി വരെ ചൂട് കൂടും. സോ ഡ്യൂറിങ് ദിസ് പീരീഡ് ദ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഈസ് വെരി ലോ. അപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അംശം വളരെ കുറവായിരിക്കും. അങ്ങനെ അവിടെ വീശുന്ന ഈ ഹോട്ട് വിൻഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൂ എന്ന് വിളിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോ ലൂ എന്ന് വിളിക്കും. ആൻഡ് ഡസ്റ്റ് വിൻഡ്സ് ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സമ്മർ സീസൺ. അപ്പോൾ ഈ സമ്മർ സീസണിലെ മെയിനായിട്ടുള്ള ഒരു പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഡസ്റ്റ് വിൻഡുകളാണ്. അതായത് വിൻഡിലൂടെ ഒരുപാട് മണൽത്തരികളെ എടുത്തുകൊണ്ട് പോകുന്ന ആ ടൈപ്പ് ഓഫ് വിൻഡാണ്. ആൻഡ് ഈ ഒരു സമ്മർ സീസൺ എപ്പോൾ തീരും? ജൂണോടെ സമ്മർ സീസൺ തീരും. സോ ഡോണ്ട് യു റിമെമ്പർ ദാറ്റ് വി ഹാവ് ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹോട്ട് വിൻഡ് കോൾഡ് ലൂ. കളക്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് വിൻഡ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. അപ്പോൾ ഞാൻ ആ ഒരു നോട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ച പാഠത്തിൽ ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ ലൂ എന്ന് പറയുന്നതൊക്കെ. സോ ആ ചാപ്റ്റർ പോയി നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ബട്ട് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി അടുത്ത് നോക്കിയാൽ റെയിനി സീസൺ. താർ ഡെസേർട്ടിലെ റെയിനി സീസണെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ എന്തുകൊണ്ടാണ് മഴ ലഭിക്കാത്തത്, വളരെയധികം കുറവാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. സോ ത്രൂ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ കോസസ് റെയിൻ, ദ റീജിയൻ എക്സ്പീരിയൻസസ് കമ്പാരിറ്റീവ്ലി വെരി ലോ ആനുവൽ റെയിൻഫോൾ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് നമുക്ക് മഴ തരുന്നതെങ്കിൽ പോലും രാജസ്ഥാനിൽ അത് വളരെയധികം കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ, മഴ ലഭിക്കത്തുള്ളൂ. ഇതിൻ്റെ കാര്യം നമുക്കറിയാം. കാര്യം എന്താണ്? ആരവല്ലി മൗണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ മൺസൂൺ വിൻഡുകളെ രാജസ്ഥാനിലെത്താതെ തടയുകയും അല്ലേ. അപ്പോൾ ഇവിടെ അതാ പറയുന്നത്, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ആരവല്ലി മൗണ്ടൻസ് റിസീവ്സ് ആൻ ആനുവൽ റെയിൻഫോൾ ഓഫ് 76.2 ആണെങ്കിൽ താർ ഡെസേർട്ട് ഇൻ ദ വെസ്റ്റ് ആണ്. ആരവല്ലിയുടെ വെസ്റ്റിലാണ് താർ ഡെസേർട്ട് കിടക്കുന്നത്. അപ്പോൾ താർ ഡെസേർട്ടിൽ എത്താൻ 25 സെൻറ്റിമീറ്ററിലും കുറച്ച് മാത്രമേ മഴ ലഭിക്കത്തുള്ളൂ. സോ തൊട്ട് താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡസ് ദ താർ ഡെസേർട്ട് റിസീവ് വെരി ലെസ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ? അത് ഞാനൊരു ഈ പാഠത്തിലും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. കഴിഞ്ഞ നമ്മളെ 3rd ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ, അതിലും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ പറയുന്ന ഈ 3 പോയിന്റിനെ അനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് താർ ഡെസേർട്ടിൽ വളരെയധികം കുറച്ച് മഴ ലഭിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം അവൈലബിലിറ്റി ഓഫ് റെയിൻഫോൾ അല്ലേ. കാര്യം ഇതൊരു ഡ്രൈ റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ മഴ ലഭിക്കില്ല. ഇനി മൺസൂൺ വിൻഡുകളെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? മൺസൂൺ വിൻഡ് രാജസ്ഥാനിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആരവല്ലി മൗണ്ടൻ അതിനെ തടയുകയും അതുകൊണ്ട് തന്നെ ഈ വിൻഡിൽ മോയ്സ്ചർ, വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണൂല. പിന്നെ മെയിൻ പോയിന്റ് ആരവല്ലി മൗണ്ടൻ. കാര്യം ആരവല്ലി മൗണ്ടൻ ആണ് ഈ റെയിൻഫോളിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ഇത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്താണ്. ഇനി നമുക്കിതിനെ റിട്രീവിങ് മൺസൂൺ സീസൺ ഉണ്ട്. അതായത് ഒക്ടോബർ നവംബർ കാലഘട്ടത്തിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. ഈ ടൈമിലും റെയിൻഫോൾ ഇൻ രാജസ്ഥാൻ ഡിക്രീസസ് കൺസിഡറബിളി. അപ്പോൾ റിട്രീറ്റിംഗ് മൺസൂൺ, തിരിച്ച് ഈ മൺസൂൺ വിൻഡുകൾ വരുന്ന സമയത്ത് പോലും രാജസ്ഥാനിൽ ഒട്ടും കിട്ടില്ല. കാര്യം ഡ്യൂറിങ് ദിസ് പീരീഡ് ഓൾമോസ്റ്റ് ഓൾ പ്ലേസസ് ഇൻ താർ ഡെസേർട്ട് റിസീവ് ലിറ്റിൽ ടു നോ റെയിൻ. അപ്പോൾ വളരെ കുറച്ച് മഴ ചിലയിടത്ത് കിട്ടും, പക്ഷേ കൂടുതലും മഴ ലഭിക്കാറില്ല. ഇനി വിൻ്റർ സീസൺ നോക്കിക്കഴിഞ്ഞാലോ,
താർ ഡെസേർട്ടിൽ ഡിസംബറിലാണ് ഇത് തുടങ്ങുന്നത്. ആ ടൈമിലൊരു മീൻ ടെമ്പറേച്ചർ, അതായത് ഒരു ആവറേജ് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 5 ഡിഗ്രി 10 ഡിഗ്രി അത്രയും തണുപ്പാണ്, അത്രയും താഴ്ന്ന ഒരു ക്ലൈമറ്റാണ്. ഈ ടൈമിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈസ് ആയിരിക്കും, ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിരിക്കും, ഹ്യൂമിഡിറ്റി ആണെങ്കിലും വളരെ കുറവായിരിക്കും, അതുപോലെ ഇളം കാറ്റുകൾ, ജെൻറ്റൽ ബ്രീസസ് ഒക്കെയാണ് ഇവിടുത്തെ വിൻ്ററിൻ്റെ പ്രത്യേകത. ഇനി ഏറ്റവും തണുപ്പ് വരുന്ന കാലഘട്ടം എപ്പോഴാണ്? ജാനുവരി സീസണിലാണ്. ദ നൈറ്റ് ടൈം ടെമ്പറേച്ചർ ഓഫൻ ഫോൾസ് ബിലോ 0 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മരുഭൂമി ഇത്രയും തണുത്തുറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാവും എപ്പോൾ വിൻ്ററിലാവുമ്പോൾ ബിലോ 0 ഡിഗ്രി വരെ പോകും. സോ ഇൻ പ്ലേസസ് ലൈക്ക് ബിക്കാനർ, ചുരു, സിക്കാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത്രയും ബിലോ 0 ഡിഗ്രിയിലേക്ക് ക്ലൈമറ്റ് പോവും. ആൻഡ് വിൻ്റർ എൻഡ്സ് ബൈ ഫെബ്രുവരി. മുഴുവനായിട്ട് വിൻ്റർ എപ്പോഴാണ് തീരുന്നത്? ഫെബ്രുവരി ആകുമ്പോഴേക്കും തീരും. സോ അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. കാര്യം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ ഇന്ന് നമ്മൾ പഠിച്ച മെയിനായിട്ടുള്ള ടോപ്പിക് എന്തിനെയൊക്കെ പറ്റിയിട്ടാണ്? ഡീഫ്ലേഷൻ പഠിച്ചു, അബ്രാഷൻ പഠിച്ചു, ഡീഫ്ലേഷൻ കാരണം ഉണ്ടാകുന്ന ഡീഫ്ലേഷൻ ഹോളോസിനെയും കേവ്സിനെയും പറ്റി പഠിച്ചു, അബ്രാഷൻ കാരണം നടക്കുന്ന കാര്യങ്ങളെ പറ്റി പഠിച്ചു. സോ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെല്ലാവരും മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് പാർട്ടിൽ, ഇതിപ്പോൾ ഇനി 2 പാർട്ടൂടെ കാണും, ഞാൻ ഉടനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എക്സാം വരുന്നത് കൊണ്ടേ ഞാൻ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു 1 to 2 hours തന്നെ റിപ്ലൈ തരും. പിന്നെ ഏതെങ്കിലും 1-2 മെസ്സേജൊക്കെയാണ് ഞാൻ കാണാതെ പോകുന്നത്, അവർക്കാണ് ഇത്തിരി ലേറ്റായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളത്. ബാക്കി കഴിവതും ഞാൻ അപ്പം തന്നെ കൊടുക്കും, നിങ്ങൾക്കറിയാം. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഞാൻ വീണ്ടും ആഡ് ചെയ്യും, നോട്ട്സും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോയുടെ താഴെ കാണാൻ പറ്റും. അതൊരു 1 ടൈം ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അത്രയും 179 എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. സോ എനിക്ക് അതൊരു മോട്ടിവേഷനാവും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. സീ യു ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.